സത്യകഥയും കള്ളക്കഥയും ഒരുപോലെ സഭ പ്രദർശിപ്പിക്കുകയാണ്. സിറോ മലബാർ സഭ ഇതിൽ ഏതു ഭാഗത്താണ്? ആദ്യമേ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നന്മയും ഞാൻ നേരുകയാണ്. ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. 2023 മെയ് 5 സെൻസർ ബോർഡിൻ്റെ പ്രദർശനാനുമതി കിട്ടി. ഇന്ത്യയിലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ച ദ കേരള സ്റ്റോറി എന്ന സിനിമ നമുക്കറിയാം. അതിനുശേഷം OTT പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം കഴിഞ്ഞ 5 ദൂരദർശനും സംപ്രേഷണം ചെയ്ത സിനിമയാണ്. ആ സിനിമ കഴിഞ്ഞ 4 സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള ഇടുക്കി രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രം, അവിടെയുള്ള വിശ്വാസ പരിശീലനത്തിന് വേണ്ടി വരുന്ന 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി പ്രണയക്കുരുക്കുകളിലും പ്രണയചതികളിലും ചെന്ന് പെടരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സിനിമ പ്രദർശനമാണ്. അതിനെ 4 കഴിഞ്ഞ് ഇന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് 10 ആയിരിക്കുന്നു. 6 ദിവസങ്ങൾ പിന്നിട്ടു. 8 മാധ്യമങ്ങൾ ഇതൊരു വിവാദമായി ഉയർത്തിക്കൊണ്ടു വന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ചർച്ചകളുണ്ടായി. ഞാൻ പല ആവർത്തി മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചതാണ്, ഇതൊരു വലിയ വിവാദ വിഷയമാക്കി നിങ്ങൾ നിലനിർത്തരുത്. കാരണം ഇതുവഴിയായി ജനശ്രദ്ധയെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേവലം വികാരപരമായ ഒരു സിനിമയിൽ മാത്രം തളച്ചിടുന്നത് ഒരിക്കലും ഉപകാരപ്രദമാകില്ല എന്നും, ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാക്കി ഈ തെരഞ്ഞെടുപ്പ് കാലം നമ്മൾ മാറ്റേണ്ടതാണ് എന്നുമുള്ള സുചിന്തിതമായ തീരുമാനവും താല്പര്യവും അഭ്യർത്ഥനയും ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, തിരഞ്ഞെടുപ്പ് കാലമാണ് എന്നുള്ളത് ഫാദർ ഓർമ്മിപ്പിക്കുന്നു. ഫാദർ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്ക് അവബോധം സൃഷ്ടിക്കലെന്നാണ്. കള്ളക്കഥ പറഞ്ഞുകൊണ്ട്, കള്ളക്കഥയെ അറിയിച്ചുകൊണ്ട്, ആശങ്കയുണ്ടാക്കിക്കൊണ്ട് എന്ത് അവബോധമാണ് സൃഷ്ടിക്കുന്നത്? ഈ സിനിമയുടെ പ്രമേയം അത് ഈ കേരളം ചർച്ച ചെയ്തതാണ്, രാജ്യം ചർച്ച ചെയ്തതാണ്. ഈ സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചു എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ്. സഭയാണ് അതിനു മുന്നേ പ്രദർശിപ്പിച്ചത്. ദൂരദർശനിൽ പ്രദർശിപ്പിച്ച സമയത്ത് ഉണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തും ഏതൊക്കെ രൂപത്തിൽ രാജ്യത്ത് ഇത് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതിന് സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചു എന്ന് പറയുമ്പോഴും A സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ A സർട്ടിഫിക്കറ്റിലുള്ള സിനിമ 10, 11, 12 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിക്കുന്നതിലെ സാങ്കത്യം എന്താണ്? തെരഞ്ഞെടുപ്പ് കാലവും ഈ സിനിമ കാണിച്ച സമ്മർ കോച്ചിങ് ക്ലാസ്സും സംഭവിച്ചത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച കാര്യമാണ്. കാരണം എല്ലാ വർഷവും സമ്മർ വെക്കേഷൻ്റെ സമയത്ത് സ്കൂളിലെ പരീക്ഷകൾ കഴിയുമ്പോൾ സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ എല്ലാ രൂപതകളിലും വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് വിശ്വാസോത്സവം എന്ന പേരിൽ 3 or 4 ദിവസങ്ങളിലെ ഇൻറ്റൻസീവ് കോച്ചിങ് നടത്താറുണ്ട്. അത് പ്രാദേശികമായി അതാത് രൂപതകളിലോ ഇടങ്ങളിലോ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇടുക്കി രൂപത പ്രണയം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ കോച്ചിങ് ക്ലാസ് നടത്തിയത്. അതുകൊണ്ടാണ് സ്നേഹത്തെക്കുറിച്ചും പ്രണയബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ നന്മതിന്മകളെക്കുറിച്ചും വഴിതെറ്റിയ പ്രണയബന്ധങ്ങളിലൂടെ ചതിക്കുടിലകപ്പെടാൻ പാടില്ല എന്ന് നമ്മുടെ പള്ളിയിൽ വരുന്ന വിശ്വാസികളായ മനുഷ്യരുടെ കുഞ്ഞുങ്ങളോട് മതാധ്യാപകർ കേരള സ്റ്റോറി എന്ന ഒരു സിനിമ കാണിച്ചുകൊണ്ട് അവരെ പറഞ്ഞു ബോധവൽക്കരിക്കാൻ അത് സാധാരണഗതിയിൽ സഭകൾ ചെയ്യാറുള്ളതാണ്. അത് മനസ്സിലാക്കുന്നു ഫാദർ ആന്റണി വടക്കേക്കര. ഈ ചതിക്കുഴി എന്ന് പറയുമ്പോൾ എന്താണ് ചതിക്കുഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നൊന്ന് വ്യക്തമാക്കാമോ? പ്രണയ ചതിക്കുഴി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെടുന്ന പെൺകുട്ടികൾ മറ്റു മതങ്ങളിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുന്നു എന്നത് തന്നെ ചതിയായി കാണുന്നു, അതോ അതിനപ്പുറം തീവ്രവാദത്തിലേക്ക് പോകുന്നു എന്നതാണോ ആശങ്കപ്പെടുത്തുന്നത്? അതിനുള്ള മുൻകരുതലാണോ ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്?
തീർച്ചയായും സ്മൃതി പറഞ്ഞതിൽ ഉത്തരമുണ്ട്. തീവ്രവാദവും ഭീകരവാദവും വളർത്തുന്ന ശൃംഖലകളിലേക്ക് നമ്മുടെ ഒരു കുട്ടികളും എത്തിപ്പെടരുത് എന്നുള്ള സുചിന്തിതമായ താല്പര്യമാണ് ഈ സിനിമ കാണിച്ചതിലൂടെ. ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സിനിമയെ ഓൺ ചെയ്യാനോ അതിനൊരു പ്രൊമോഷൻ കൊടുക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ആ സിനിമ ക്യാരി ചെയ്യുന്ന ഒരു പ്രമേയമുണ്ട്. അത് പ്രണയത്തെക്കുറിച്ചും അതിലെ ചതിക്കുഴികളെക്കുറിച്ചും അതുവഴിയായി ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആരും എത്തിച്ചേരരുത് എന്നുള്ള ഒരു പ്രമേയമാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ സിറോ മലബാർ സഭ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. പെരുപ്പിച്ച കണക്കാണ് അതിൽ കാണിക്കുന്നത്. 3,000ഉം 3,200ഉം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഫാദറിന് അറിയാവുന്നതാണ്. അപ്പോൾ ഇല്ലാത്ത കണക്ക് പറഞ്ഞുകൊണ്ട് കേരളം ഇങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു പ്രദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവബോധം എന്ന് ഞാൻ കോട്സിൽ പറയും. നിങ്ങൾ അവബോധം എന്ന് പറയുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ക്ലാസ്സിൽ അതിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിൽ ചാപ്റ്ററുകളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. അതിലൊരു ചാപ്റ്റർ തന്നെ ലവ് ജിഹാദ് എന്നുള്ളതാണ്. അതായത് ഇവിടെ പോലീസ് അന്വേഷിക്കുകയും കോടതിയിൽ എത്തി കോടതി പരിശോധിക്കുകയും പാർലമെന്റിൽ പറയുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളിൽ ലവ് ജിഹാദ് എന്ന ഒരു കാര്യം ഈ രാജ്യത്തില്ല എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഇപ്പോഴത്തെ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ, മോദി സർക്കാരിന്റെ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഇവിടെ ലവ് ജിഹാദ് ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് കുട്ടികളോട് പറയുമ്പോൾ എന്ത് അവബോധം സൃഷ്ടിക്കലാണ്? അത് കള്ളം പഠിപ്പിക്കലല്ലേ? ഒന്നാകട്ടെ, രണ്ടാകട്ടെ, മൂന്നാകട്ടെ, അല്ലെങ്കിൽ 50ഓ 100ഓ ആകട്ടെ, എത്രയെന്നുള്ള ഫിഗറുകളുടെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് സിനിമയുടെ അണിയറ പ്രവർത്തകർ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമയെ ഓൺ ചെയ്യാനോ അതുപോലെ തന്നെ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനോ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞങ്ങൾ ചെയ്യുന്നതെന്ന കാര്യം ഞാൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെയും പറയുന്നു, ഇതിൻ്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയുടെ പ്രദേശങ്ങളിൽ ഏതാനും ചില ഇപ്രകാരമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താലാണ് പ്രണയക്കെണികൾ ഉണ്ട് എന്നുള്ളതും പ്രണയചതികളിലൂടെ കുട്ടികൾ അകപ്പെട്ടു പോകുന്നു എന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള തീരുമാനത്തിലൂടെ അവർ മതബോധന ക്ലാസ്സിൽ ഇപ്രകാരം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഇത് മതപരമായ എന്തെങ്കിലും വർഗീയ ധ്രുവീകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ എന്തെങ്കിലും ലക്ഷ്യം കണ്ടുകൊണ്ടോ അല്ല എന്നും അതുകൊണ്ട് തന്നെയുമാണ് ഈ വിവാദം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കും? ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സഹായിക്കുക എന്നുള്ളത് സഭയുടെ നിലപാടല്ല. സഭയുടെ നിലപാടാണോ ഇല്ലയോ എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഈ സഭയ്ക്ക് സിറോ മലബാർ സഭയ്ക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് നേരത്തെയും പല സഭാധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ ബിഷപ്പ് തട്ടിൽ പിതാവ് വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്ന ശക്തികളിൽ നിന്ന് കരുതിയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഗീവർഗീസ് കുർലോസ് നേരത്തെ പ്രതികരിച്ചു, അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിന്റെ സിനിമകൾ പ്രദർശിപ്പിക്കണമെന്ന്. ഇത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി, അതോ അറിയാതെയാണ് എന്നിപ്പോൾ അവകാശപ്പെടുന്നുണ്ടോ, അറിഞ്ഞിട്ട് കൂടി ആ ചിത്രം കുട്ടികൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കാം. 10, 11, 12 എന്ന് പറയുമ്പോൾ അറിവ് വെച്ചു വരുന്ന വായിക്കുന്ന പ്രായം, അവരെ ഏത് വിധേനയും മാറ്റാൻ കഴിയുന്ന പ്രായം. അവിടെ ഈ കള്ളം കൊടുക്കുന്നതിൽ നിങ്ങൾ എന്ത് സന്ദേശമാണ് പുറത്തേക്ക് നൽകുന്നത്? ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് തീർച്ചയായും പ്രണയത്തിലേക്കൊക്കെ ഉൾപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു പ്രായമെന്ന നിലയ്ക്കാണ് ആ കുട്ടികളെ ഇപ്രകാരം ഒരു സിനിമ കാണിക്കാൻ ഇടയായത് എന്ന് ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് ജനങ്ങളുടെ ജീവിതത്തിനും ആവശ്യങ്ങൾക്കും ഉതകുന്ന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ, അങ്ങനെയാണെങ്കിൽ ഫാദർ ആന്റണി വടക്കേക്കര 4-ാം തീയതി ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചു. അവിടെ കൊണ്ട് തീരണ്ടേ? ഇത് വേറെ രൂപത്തിൽ ആകുന്നു, വേറെ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു, മോശം അവസ്ഥയുണ്ടാക്കുന്നു എന്നറിയുമ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളും പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ സഭകൾ വരികയാണ് അല്ലേ? താമരശ്ശേരി രൂപത ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞു. തലശ്ശേരി രൂപത തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും KCYM രൂപതയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇന്ന് ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ആ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. Debate with Smriti Parithikad.